ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ മൂവിയാണ് എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഹണിബി 2-ന് ശേഷം എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ത്രൂ ഔട്ട് കോംബോ വരുന്ന ഒരു സിനിമയാണ് പൊങ്കാല, റൈറ്റ്? ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നത്. ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എന്റെ നമസ്കാരം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളൊക്കെയാണ് ഇത് ജനങ്ങളിലേക്കും പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നത്. അടുത്ത ഈ കുട്ടിയുടെ ചോദ്യത്തിനുള്ള മറുപടി, കാരണം ഞങ്ങളിപ്പോ എന്റെ ഇടയിൽ പറയായിരുന്നു ഹണിബി പോലെയുള്ള ഒരു സിനിമ, ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ വരേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നുള്ളൂ. കാരണം അത് വേറൊരു സംഭവം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോ തിരിച്ച് നമുക്ക് ഈ സിനിമയിലേക്ക് വന്നാല് ഞാൻ പനി അടിച്ചു കിടക്കായിരുന്നു, ഇന്നിപ്പോ ഓടി വന്ന അതിന് വേണ്ടിയിട്ട്. ഈ സിനിമ ഇപ്പൊ ഇവിടെ ഈ കുട്ടി ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സോങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഈ ഞായറാഴ്ച റിലീസ് ചെയ്യുന്നു എന്നുകൂടാതെ ഞാൻ കാണുന്ന വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 32 വർഷം സിനിമയിൽ വന്നിട്ട് ഞാൻ തുടക്കം മുതൽ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പൊ ഫൈറ്റ് മാസ്റ്റർമാർ. ഈ രാജശേഖരൻ മാസ്റ്ററൊക്കെ അന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ എവിടെ പോയാലും മാസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ സിനിമയുടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇതിന്റെ ഒരു സോങ് ഫുൾ ഫൈറ്റിന്റെ കട്ട്സ് വെച്ചിട്ട് ഈ ഡയറക്ടർ ഇടാനുള്ള ഒരു ധൈര്യം കാണിച്ചു.